ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ഉണ്ടായ അപകടം. ഏതാണ്ട് അതിന് സമാനമായൊരു വാർത്തയാണ് വരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും വിജയുടെ റാലിയിൽ TVK പാർട്ടിയുടെ റാലിയിലാണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. കാരൂരിലെ റാലിയിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ കുഴഞ്ഞു വീഴുകയായിരുന്നു. 11 മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ വാർത്ത. അതിൽ 3 കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ അവിടെ പാലിക്കപ്പെട്ടിട്ടുള്ള ഒരു തരത്തിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തേക്ക് വരുന്ന വിവരം. ഗൗതം, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്? ഇതിൻ്റെ സമയം സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ലക്ഷ്മി, സമയം സംബന്ധിച്ച് വൈകുന്നേരം ഒരു 7:45 കൂടിയിട്ടാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പര്യടനം കാരൂരിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് ഈ അപകടം സംഭവിച്ചത്. അതായത് കാരൂരിൽ വൈകുന്നേരത്തേക്ക് റാലി എത്തുന്ന സമയത്ത് അവിടെ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഒരു ജനസഞ്ചയം ഉണ്ടായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ ജനസഞ്ചയത്തെ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതിന് പിന്നാലെയാണ് ഈ തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. പോലീസ് അതായത് ഈ റാലിക്ക് വേണ്ടി കാരിൽ ഒരുക്കിയിരുന്ന സ്റ്റേജും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ക്രമീകരണങ്ങളും അവ കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കാൻ, അതായത് ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോകുന്ന അത്രയും വലിയ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പോലീസ് ഈ ഘട്ടത്തിൽ നൽകുന്ന ഒരു പ്രാഥമികമായ വിവരം. അത് ആ രീതിയിലാണ് അവർ സൂചിപ്പിക്കുന്നത്. അവർ ഒരുക്കിയിരുന്ന സ്റ്റേജിനും അതിൻ്റെ സദസ്സിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും ആളുകൾ ഈ കാരൂരിലേക്ക് ഇരച്ചെത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാം, TVK കഴിഞ്ഞ 2 ആഴ്ചയിൽ നടത്തിയിട്ടുള്ള പര്യടനങ്ങൾ, അതിന് മുൻപ് തന്നെ TVKയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ സമ്മേളനം, ഈ സമ്മേളനത്തിലൊക്കെ തന്നെ ഈ പരിപാടികളിലൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടമാണ് എത്തിയിരുന്നത്. അതിൽ 2 ഘടകങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, TVK എന്ന് പറയുന്ന പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടുമ്പോൾ ആ പാർട്ടിയുടെ പരിപാടികളിലേക്ക് പരമാവധി ആളുകളെ എത്തിക്കാൻ ആ പാർട്ടി ശ്രമിക്കും. അതിൻ്റെ ഭാഗമായി എത്തുന്ന ആളുകളുണ്ട്. 2, വിജയ് എന്ന നമുക്കറിയാം തമിഴ്നാട്ടിൽ ഏറ്റവും ആരാധിക്കപ്പെടുന്ന താരം കൂടിയാണ് വിജയ്. ആ താരത്തെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ആ രീതിയിലും ആളുകൾ ഈ പരിപാടിയിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് ഈ കാരൂരിൽ അവർ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക്, നമുക്കറിയാം വൈകുന്നേരമാണ്, പ്രത്യേകിച്ച് ശനിയാഴ്ചയാണ്, വീക്കെൻഡാണ്, ആ സമയത്ത് വിജയെ കാണുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വലിയ ആൾക്കൂട്ടം ഈ കാരൂരിലേക്ക് എത്തിയിരുന്നു. ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം, ഇവർക്ക് നിൽക്കാൻ ആവശ്യമായുള്ള സദസ്സ്, അതിൻ്റെ വഴി അത്തരത്തിൽ ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ക്രമീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുക പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി മാറി. ആ തിരക്കിലാണ്, തിക്കിലും തിരക്കിലും പെട്ടാണ് ഇപ്പോൾ 11 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ റാലിക്കിടെ 11 പേർക്ക് ജീവൻ നഷ്ടമാകുന്ന ഗുരുതരമായ സാഹചര്യം തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നു എന്നത് വളരെ നിർണായകമാണ്. ഒരുപക്ഷെ TVKയുടെ രാഷ്ട്രീയ പ്രസക്തിയെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ആദ്യഘട്ടത്തിൽ ഇതിലേക്ക് എത്തുന്ന ആളുകളെ സംബന്ധിച്ച്, അവരുടെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് വലിയ ഒരു വിഷമം അല്ലെങ്കിൽ വലിയ ഒരു ആശങ്ക, ആ പാർട്ടി വലിയ രീതിയിൽ വളർന്നു വരുന്നു എന്നുള്ള ആശങ്ക മറ്റ് പാർട്ടികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് താരപ്രഭയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് കാരണത്താലായാലും തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട തരത്തിലുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ സംഘടനകൾ ഈ പരിപാടിയുടെ ഈ ദുരന്തത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നത്. അത് ഒരുപക്ഷെ ശരിയാണെന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. 25 നിബന്ധനകൾ നൽകിയിട്ടാണ് ഈ പര്യടനം നടത്താൻ അനുമതി നൽകിയത് സ്റ്റാലിൻ സർക്കാർ. ആ നിബന്ധനകളൊന്നും തന്നെ പാലിച്ചിട്ടില്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും മറ്റ് ചർച്ചകൾക്കൊന്നും നിലവിൽ ഒരു തരത്തിലുള്ള ഇടയും നൽകാതെ നമ്മൾ അതിൻ്റെ ആ ദുരന്തത്തിലേക്ക് കടന്നാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ ഉൾപ്പെടെ, സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇപ്പോഴും ജീവനോട് മല്ലടിച്ചുകൊണ്ട് ആശുപത്രിയിൽ, കാരൂരിലെ സർക്കാർ ആശുപത്രിയിൽ, അതോടൊപ്പം തന്നെ വിവിധ സ്വകാര്യ ആശുപത്രികളിലൊക്കെ ചികിത്സയിലുണ്ട്. അവർ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. നിലവിലെ വിവരമനുസരിച്ച്, ഏറ്റവും ഒടുവിലായി നമുക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് 12 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി, മരണസംഖ്യ ഉയരുകയാണ്, ആശങ്ക വർദ്ധിക്കുകയാണ്. ഇതൊരു വലിയ ദുരന്തമായി മാറുന്ന സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വലിയ ദുരന്തം തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. തമിഴക വെട്രിക്കഴകത്തിൻ്റെ റാലിയിലാണ് തിക്കിലും തിരക്കിലും പെട്ട്
12 പേർ മരണം അടഞ്ഞിരിക്കുന്നത്. ഒരു മരണം കൂടി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ 11 എന്നുള്ള വിവരമാണ് എത്തിയതെങ്കിൽ ഇപ്പോൾ 12 പേർ മരിച്ചു എന്നുള്ള വിവരമാണ്. 3 കുട്ടികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു എന്നുള്ള അത്യന്തം ദുഃഖകരമായ കാര്യം. 50-ലധികം പേരാണ് അവിടെ കുഴഞ്ഞു വീണത്. മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു TVKക്ക്, പക്ഷേ അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. TVKയുടെ റാലികളിൽ നമ്മൾ കാണാറുള്ളതാണ്. അസാധാരണമായ അഭൂതമായ ജനത്തിരക്കാണ് പലപ്പോഴും കാണാറുള്ളത്. ആ ജനക്കൂട്ടത്തെ വേണ്ടത്ര രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയാതെ പോയതാണ്, ആ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോയതാണ് ഈ ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. TVK നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അവിടെ നിന്നും അവരെ ആശുപത്രിയിലേക്ക്, ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പലരും ജീവനോട് മല്ലടിക്കുന്ന കാഴ്ചയാണ് അവിടെ ഉള്ളത് എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യകരമായ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്.